നമസ്കാരം. ഏവർക്കും ഈ വരാൻ പോകുന്ന ആഴ്ചയിലേക്കുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 26, 2025 ഞായർ. അങ്ങനെ നമ്മൾ ഈ മാസത്തെ 5ാമത്തെ ആഴ്ചയിലേക്കും അതേസമയം അവസാനത്തെ ആഴ്ചയിലേക്കും പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ബാങ്ക് നിഫ്റ്റിക്കും ഫിൻ നിഫ്റ്റിക്കും ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചപ്പോൾ അതേസമയം നിഫ്റ്റിക്കും സെൻസെക്സിനും ഫ്രഷ് 52 വീക്ക് ഹൈകളും ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുകയുണ്ടായി. മാത്രവുമല്ല, ഈ ഫിസിക്കൽ ഇയർ 2025 ആദ്യമായി തുടർച്ചയായി 4 ആഴ്ചകളിൽ നിഫ്റ്റിക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നിഫ്റ്റിക്ക് അതിൻ്റെ നിലവിലെ റെക്കോർഡ് ഹൈകൾ ഭേദിച്ചുകൊണ്ട് ഫ്രഷ് റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. പ്രധാനമായും 6 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ പ്രകടനവും. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതിനു മുൻപേ വേഗത്തിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് വേഗത്തിൽ ഓടിച്ചു നോക്കിയിട്ട് വരാം. സെൻസെക്സിന് 259 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടി 0.3% നേട്ടം വീക്ക്ലി ബേസിസിൽ കഴിഞ്ഞ ആഴ്ചയിൽ കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ നിഫ്റ്റിക്ക് 85 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 0.33% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. അതേസമയം ബോർഡർ മാർക്കറ്റ്സിൽ BSE മിഡ് ക്യാപ്പിന് 0.5%, സ്മോൾ ക്യാപ്പിന് 1% നേട്ടവും കഴിഞ്ഞ ആഴ്ചയിൽ കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ സെക്ടർ വൈസ് നോക്കുമ്പോൾ നിഫ്റ്റി ITക്ക് 3%-ലേറെ നേട്ടവും കൈവരിക്കുവാനുമായി. PSU ബാങ്കിന് അതേസമയം 2%-ന്റെയും നിഫ്റ്റി മെറ്റലിന് 1.5% നേട്ടവും കൈവരിക്കുവാനായപ്പോൾ നിഫ്റ്റി മീഡിയയ്ക്ക് 1.3% നേട്ടവും കൈവരിക്കുവാനുമായി. ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിന് 1% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ FMCG ഓട്ടോ മേഖലകൾക്ക് 0.5%-ഓളവും നഷ്ടവും വീക്ക്ലി ബേസിസിൽ നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇനി ഈ ആഴ്ചയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട 6 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US-ൽ നിന്നും ഇൻഫ്ലേഷൻ ഡാറ്റകൾ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ US പണപ്പെരുപ്പ ഡാറ്റ പ്രതീക്ഷിച്ചതിലും താഴ്ന്ന നിലയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 28 ആരംഭിക്കുന്ന ഫെഡറൽ റിസർവ് യോഗത്തിൽ 25 ബേസിസ് പോയിന്റ് നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ ശക്തിപ്പെടുകയുണ്ടായി. അതുകൂടാതെ ഈ വർഷം തന്നെ ഡിസംബറിലോ അല്ലെങ്കിൽ വരുന്ന വർഷം ജനുവരി മാസങ്ങളിൽ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിൽ കൂടുതൽ വെട്ടിക്കുറവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും വിപണികൾ പ്രവചിക്കുന്നു. അതുകൊണ്ട് തന്നെ വിദേശ മൂലധന ഒഴുക്കും നിക്ഷേപകരുടെ റിസ്ക് എടുക്കുവാനുള്ള ആഗ്രഹവും വർദ്ധിപ്പിച്ചുകൊണ്ട് അത് ഇന്ത്യ പോലുള്ള വളർന്നുവരുന്ന വിപണികൾക്ക് അത്തരത്തിലൊരു നീക്കം ഗുണം ചെയ്യുവാൻ സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിലുള്ള പ്രതീക്ഷയും മാത്രമല്ല അതിനെ തുടർന്ന് വരാൻ പോകുന്ന റിസൾട്ടുകളും തന്നെയാണ് വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിനെയും ഗ്ലോബൽ മാർക്കറ്റിനെയും ഒരേപോലെ സ്വാധീനിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമതായി, ഇന്ത്യ-US വ്യാപാര ചർച്ചകളിലെ ഇന്ത്യയും US-ഉം ഒരു വ്യാപാര കരാറിന് അന്തിമരൂപം നൽകുന്നതിന് അടുത്തെത്തിയെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. അത് നിക്ഷേപകരുടെ ശുഭാപ്തി വിശ്വാസവും വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ അത് നമ്മുടെ മാർക്കറ്റിലും പ്രതിഫലിച്ചിരുന്നു. എന്നിരുന്നാലും നിയന്ത്രണ നിബന്ധനകളുള്ള ഇടപാടുകളിൽ ഇന്ത്യ തിടുക്കം കൂട്ടുന്നില്ലെന്ന ഇന്ത്യൻ വാണിജ്യകാര്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ പരാമർശം ആവേശം മയപ്പെടുത്തുകയുണ്ടായി. വിജയകരമായ ഒരു കരാർ ഇന്ത്യൻ കയറ്റുമതിയിൽ നിലവിൽ ചുമത്തിയിരിക്കുന്ന 50%-ന്റെ തിരുവ ലഘൂകരിക്കുകയും ചെയ്യും. 15 അല്ല 16%-ലേക്ക്. അമേരിക്കയുടെ ഭാഗത്ത് നിന്നും അതുകൂടാതെ US പ്രസിഡന്റ് ഭാഗത്ത് നിന്നും ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഡീലിന് അതീവ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയും തുടർച്ചയായി 4ാമത്തെ പ്രാവശ്യവും അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്ത് നിന്നും വീണ്ടും അഭിപ്രായങ്ങൾ വരികയുണ്ടായി. ഇന്ത്യ റഷ്യൻ എണ്ണ പൂർണ്ണമായും വെട്ടിക്കുറയ്ക്കുമെന്നുള്ള സ്റ്റേറ്റ്മെന്റ് വീണ്ടും അദ്ദേഹം പുറപ്പെടുവിച്ചു. അതെന്തുകൊണ്ടാണെന്ന് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇതിനു മുൻപേ 3 പ്രാവശ്യം ഇതേ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പുറപ്പെടുവിച്ചപ്പോഴും ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഇതിനനുകൂലമായ ഒരു പ്രസ്താവനകളും വരികയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ-US ട്രേഡ് ഡീലിലുള്ള ഡെവലപ്മെന്റ്സുകളും ഈ ആഴ്ചയിൽ നമ്മൾ ക്ലോസ് ആയിട്ട് തന്നെ നോക്കി കാണേണ്ടതായിട്ടുണ്ട്. ക്രൂഡ് ഓയിലിന്റെ ചലനാത്മകതയിലെ മാറ്റങ്ങളാണ് ഈ ആഴ്ചയിൽ 3ാമതായി നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു റഷ്യയിലെ പ്രധാനപ്പെട്ട 2 ഓയിൽ കമ്പനികളുടെ മേൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും
ഉപരോധം ഏർപ്പെടുത്തുന്നത്. സോ അതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയിൽ സിംഗിൾ ട്രേഡിംഗ് സെഷന് കൊണ്ട് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 5% ഉയർച്ചയാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. സോ ഈ ഒരു നടപടിയെ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റിലേക്കുള്ള ഓയിലിന്റെ സപ്ലൈക്ക് തടസ്സങ്ങൾ വന്നേക്കാം. മാത്രമല്ല എണ്ണയുടെ വില ഇനി കുതിച്ചു വരുവാനും ഒരു കാരണമായി മാറിയേക്കാം. സോ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഉയർച്ച സ്വാഭാവികമായിട്ടും ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ക്രൂഡ് ഓയിലിന്റെ വില വീണ്ടും കുതിച്ചുയരുകയാണെങ്കിൽ അത് ഗ്ലോബൽ മാർക്കറ്റിനെ പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ മോശമായിട്ട് സ്വാധീനിക്കും. ഇനിയല്ല അതേസമയം ഓയിലിന്റെ സപ്ലൈക്ക് തടസ്സങ്ങളൊന്നും കൂടാതെ ഒപെക് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്നും ഓവർ സപ്ലൈ തുടരുകയാണെങ്കിലോ അതല്ല നിലവിൽ യുഎസും യൂറോപ്യൻ യൂണിയനും റഷ്യയ്ക്കുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം പിൻവലിക്കുകയാണെങ്കിലോ അതിൽ നിന്ന് പുറകോട്ട് പോവുകയാണെങ്കിലോ അത് നമ്മുടെ മാർക്കറ്റിനും ഗ്ലോബൽ മാർക്കറ്റിനൊക്കെ ഗുണകരമായിട്ടും മാറും. US പ്രസിഡന്റ് ട്രംപ് ഇനി ഏഷ്യൻ പര്യടനം ആരംഭിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ US ചൈന വ്യാപാര മുന്നേറ്റത്തിന്റെ പ്രതീക്ഷ തന്നെയാണ് നാലാമതായി ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം. സോ അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഏഷ്യൻ പര്യടനത്തിനിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ച US ചൈന വ്യാപാര കരാറിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വിപണികൾ ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട്. അതേസമയം ആഗോള ഉൽപാദനത്തിന് അത്യന്താപേക്ഷിതമായ അപൂർവ ഭൂമിധാതുക്കളിലും കാന്തങ്ങളിലും ചൈനയുടെ തന്ത്രപരമായ സ്വാധീനം കണക്കിലെടുക്കുമ്പോൾ US മൃദുമായ നിലപാട് ചൈനയ്ക്കെതിരെ സ്വീകരിക്കുമെന്നാണ് അനലിസ്റ്റുകളും എക്സ്പേർട്ടുകളും പ്രതീക്ഷിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ചൈനയും USഉം തമ്മിലുള്ള ട്രേഡ് ഡീൽ നടക്കുകയോ അല്ലെങ്കിൽ ട്രേഡ് ഡീലിനുള്ള സാധ്യതകൾക്ക് ശുഭാപ്തി വിശ്വാസം കൂടുതൽ കൈവരിക്കുകയോ ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ മാർക്കറ്റിന് ഗുണകരമായിട്ട് മാറും. ഇനി മറിച്ചാണെങ്കിൽ അത് US മാർക്കറ്റിന് ഉൾപ്പെടെ ഗ്ലോബൽ മാർക്കറ്റുകൾക്ക് മോശമായി മാറാനിടയുണ്ട്. രണ്ടാഴ്ചയിലേറെ കാലമായി ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന Q2 ഏർണിംഗ്സിന്റെ റിസൾട്ടുകൾ തന്നെയാണ് അഞ്ചാമതായി നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. കഴിഞ്ഞ രണ്ടാഴ്ചകളിലുടനീളമായി പ്രതീക്ഷിച്ചതിനേക്കാളും മികച്ച ക്വാർട്ടർലി ഏർണിംഗ്സ് ആണ് പ്രധാനപ്പെട്ട കമ്പനികളുടെ എല്ലാം ഭാഗത്ത് നിന്നും കാഴ്ചവെക്കുകയുണ്ടായത്. മാത്രമല്ല കഴിഞ്ഞ വീക്കെൻഡിൽ HDFC ബാങ്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി ഏർണിംഗ്സുകൾ പോസിറ്റീവായിട്ട് വന്നതിന്റെ ഒരു പ്രതിഫലനം കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റിൽ വളരെ പ്രകടവുമായിരുന്നു. അതുകൂടാതെ ഈ വീക്കെൻഡിലും ഹെവി വെയ്റ്റ് സ്റ്റോക്കായ കൊട്ടക് മഹീന്ദ്രയുടെയൊക്കെ ക്വാർട്ടർലി ഏർണിംഗ്സ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതുകൂടാതെ പഞ്ചാബ് നാഷണൽ ഹൗസിംഗ്, IOC, കോൾ ഇന്ത്യ, അദാനി പവർ, ദാബർ, DLF, ITC, മണപ്പുറം ഫൈനാൻസ്, BHEL, NTPC തുടങ്ങിയ പ്രധാനപ്പെട്ട ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ Q2 ഏർണിംഗ്സും ഈ വരുന്ന ആഴ്ചയിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ഈ വർഷം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സെക്ടറായ ഡിഫൻസ് മേഖല, അതായത് ഈ 2025 വർഷം നിലവിൽ മാത്രം 26% നേട്ടമാണ് 10 മാസം കൊണ്ട് പ്രതിരോധ മേഖലയ്ക്ക് കൈവരിക്കുവാനായത്. പ്രതിരോധ മേഖലയിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട കമ്പനികളുടെ ക്വാർട്ടർലി ഏർണിംഗ്സും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. മസ്കോൺഡോക് ഷിപ്പ് ബിൽഡേഴ്സ്, ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയവയുടെ. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും നമ്മുടെ മാർക്കറ്റിനെ ഗതിയെ Q2 ഏർണിംഗ്സുകൾ വളരെ വലിയ തോതിൽ തന്നെ സ്വാധീനിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ മുഹൂർത്ത ട്രേഡിംഗ് ഉൾപ്പെടെ 4 ട്രേഡിംഗ് സെക്ഷനിലായിരുന്നു നമ്മുടെ മാർക്കറ്റിൽ നിലനിന്നിരുന്നത്. അതിൽ ഒരു ട്രേഡിംഗ് സെക്ഷൻ ഒഴികെ, അതായത് 23-ാം തീയതി ഒഴികെ ബാക്കി 3 ട്രേഡിംഗ് സെക്ഷനുകളിലും ചെറിയ എമൗണ്ടിലാണെങ്കിൽ കൂടിയിട്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ബയേഴ്സ് ആയിട്ട് തുടരുകയുണ്ടായി. മാത്രമല്ല അതിനെ തുടർന്ന് നിലവിൽ ഈ മാസമാകെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 244 കോടി രൂപയ്ക്ക് മാത്രമേ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ സെല്ലിംഗ് പൊസിഷനുള്ളൂ. ഒത്തിരിയേറെ മാസങ്ങൾക്ക് ശേഷമാണ് ഇത്രയൊരു കുറഞ്ഞ എമൗണ്ടിന് ഇവിടെ ക്യാഷ് മാർക്കറ്റിലെ സെല്ലിംഗ് കുറഞ്ഞ തോതിലേക്ക് എത്തിച്ചേരുകയുണ്ടായത്. സോ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ് തന്നെയായിരിക്കും ആറാമതായി നമ്മുടെ മാർക്കറ്റിനെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഈ പറഞ്ഞ 6 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്, പ്രത്യേകിച്ച് നിഫ്റ്റിക്കും സെൻസെക്സിനൊക്കെ ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ബെറ്റർ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ഡാറ്റ വന്നതിനെ തുടർന്ന് വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US മാർക്കറ്റിൽ S&P 500നും നാസ്ഡാക്കിനും ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ജർമ്മൻ മാർക്കറ്റുകൾ നേട്ടത്തോടുകൂടിയും അതേസമയം ഫ്രാൻസ് മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ടും വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. എങ്കിൽ ഇന്നലെ 25-ാം തീയതി വെളുപ്പിന് 2:45 വ്യാപാരം അവസാനിപ്പിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഇതിന്റെ നേട്ടങ്ങളൊന്നും ദൃശ്യമല്ല. നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 20 പോയിന്റിന്റെ നേട്ടമാണ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിലവിൽ പ്രതിഫലിക്കുന്നത്. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും ഗോൾഡിന്റെയൊക്കെ വിലയിൽ
നേരിയ ഇടിവ് അനുഭവപ്പെടുകയുണ്ടായി. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ആദിത്യ ബിർള സൺ ലൈഫ് AMC പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q2 ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. പ്രോഫിറ്റ് 241 കോടി രൂപയായിട്ട് ഫ്ലാറ്റ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായത്. റവന്യൂവിൽ 9% ഉയർച്ചയും രേഖപ്പെടുത്തി. ഡോക്ടർ റെഡ്ഡീസ് അറ്റാദായം 7% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. അതേസമയം റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 10% ഉയർച്ചയും രേഖപ്പെടുത്തി. NTPC ഒക്ടോബർ 25 ഇന്നലെ മുതൽ ഗുജറാത്തില് 9.9 മെഗാവാട്ട് ശേഷിയുള്ള കാറ്റാടി വൈദ്യുതിയുടെ വാണിജ്യ പ്രവർത്തനങ്ങൾ കമ്പനി ആരംഭിക്കുകയുണ്ടായി. SBI കാർഡ്സ് അറ്റാദായത്തിൽ 10% വർധനവ് റിപ്പോർട്ട് ചെയ്തു. മൊത്തം വരുമാനത്തിൽ 13% വർധനവും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. കമ്പനിയുടെ പലിശ വരുമാനം 9% വർധനവും രേഖപ്പെടുത്തി. SBI ലൈഫ് ചെലവുകളിലെ വർധനവും നിക്ഷേപ വരുമാനത്തിലെ ഇടിവ് കാരണം കമ്പനിയുടെ ലാഭം 7% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. Q2 ഏർണിംഗ്സിൽ സിഗാച്ചി ഇൻഡസ്ട്രീസ് വരുമാനത്തിൽ 19% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. അതേസമയം ലാഭം പകുതിയായിക്കൊണ്ട് 10.5 കോടി രൂപയായിട്ട് ചുരുങ്ങുകയുമുണ്ടായി. കോഫോജ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 86% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 376 കോടി രൂപ റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവില് 32% ഉയർച്ചയും രേഖപ്പെടുത്തി. ഏവർക്കും നല്ല ഒരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.